ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ കുക്കറിലൊക്കെ പാചകം ചെയ്യുമ്പോൾ ഇതുപോലെ തിളച്ച് പുറത്ത് തൂക്കി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അടപ്പിലൊക്കെ നിറയെ പറ്റി പിടിച്ച് നമുക്ക് പാത്രമൊക്കെ കഴുകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതൊന്നും ആവാതെ നമുക്ക് വൃത്തിയാക്കാനുള്ള നല്ലൊരു കിടിലൻ ടിപ്സാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു സ്റ്റീമിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ 2-3 ടിഷ്യൂ പേപ്പർ നല്ല കട്ടിക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് പാചകമൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റീം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പുറത്തൊന്നും ഒട്ടും തന്നെ ആ പാത്രത്തിൻ്റെ പുറത്തൊന്നും നമുക്ക് ആവി വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ സാമ്പാറിനെ അടുപ്പിൽ വെച്ചതാണ് കേട്ടോ. അതിങ്ങനെ ഇതുപോലെ ഒന്ന് തിളച്ച് പൊങ്ങിയ ശേഷം അതിൻ്റെ ആ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ പുറത്ത് മാത്രമേ അത് വന്ന് വീണിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പാത്രത്തിൻ്റെ പുറത്തൊന്നും ഒട്ടും തന്നെ ഈ കറിയുടെ ഇതൊന്നും വരില്ല കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ ചൂടാറിയ ശേഷം നമുക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പർ ഒന്ന് ഇളക്കി മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, ഒട്ടും തന്നെ ആ ഒരു കുക്കറിൻ്റെ പുറത്തൊന്നും ആ ഒരു കറിയുടെ അംശം ഒന്നും വീണിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മുടെ ബാത്റൂമൊക്കെ എപ്പോഴും നമ്മൾ നല്ല വൃത്തിയോടെ സൂക്ഷിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ അത് നമ്മൾ എപ്പോഴും ഉരച്ചൊക്കെ കഴുകി എത്ര വൃത്തിയാക്കിയാലും നമുക്ക് അത് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ തന്നെ അത് എപ്പോഴും നമുക്ക് വൃത്തികേടായി വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബാത്റൂമൊക്കെ നല്ലതുപോലെ ക്ലീനാക്കി ഇടാനുള്ള നല്ല മണത്തോടും നല്ല ഫ്രഷായിട്ട് തന്നെ എപ്പോഴും നമ്മളെ ബാത്റൂം സൂക്ഷിക്കാനുള്ള നല്ല ഒരു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ കഞ്ഞിവെള്ളം കൊണ്ടുള്ള ടിപ്സാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു മഗ്ഗിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ വേണത് ആ അളവിനൊന്ന് എടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കോൾഗേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വെള്ള കോൾഗേറ്റ് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അത് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് പൗഡറിന് പകരം ബേക്കിംഗ് സോഡ ആയാലും കുഴപ്പമില്ല കേട്ടോ. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഷാമ്പു ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഷാമ്പുവിന് പകരം നമുക്ക് സോപ്പ് പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 1 രൂപയുടെ ക്ലിനിക് പ്ലസ് ഷാമ്പു ആണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ മണം നിൽക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഷാമ്പു എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇവിടെ 1 സ്പൂൺ അളവിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ 1 സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു കോൾഗേറ്റ് നല്ലതുപോലെ ഈ വെള്ളത്തിൽ അലിഞ്ഞ് കിട്ടണം. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല മണം കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് കംഫർട്ടും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ കംഫർട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് അളവിൽ മതി കേട്ടോ. നമ്മൾ ഷാമ്പു ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു മണം കിട്ടും കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ കംഫർട്ട് മാത്രമല്ല, നമ്മൾ ഇത് ഷാമ്പു ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല മണമുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഇനി നമ്മൾ ഇത് ബാത്റൂമിലൊക്കെ ക്ലോസറ്റിലും അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ടൈൽസിലൊക്കെ നമ്മൾ കുറച്ച് ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇത് ആ ഒരു ക്ലോസറ്റിലും അതുപോലെ തന്നെ ടൈൽസ് തറയിലും എല്ലായിടത്തും നമുക്ക് ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം. ആ ഒഴിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അധികം പാടൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ വാഷ് ബേസിലും എല്ലായിടത്തും ഒന്ന് ഇട്ട് വീഴ്ത്തി കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ വീഴ്ത്തി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു സാധാരണ നമ്മൾക്ക് വെള്ളത്തിൽ ഒന്ന് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അധികം തേച്ച് ഉരയ്ക്കുകയോ ഒന്നും വേണ്ട. നമ്മളെപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ബാത്റൂം ആണെങ്കിൽ അധികം തേച്ച് ഉരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉപയോഗിച്ച ശേഷം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂം എപ്പോഴും നല്ല വൃത്തിയോടെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ എപ്പോഴും സ്ഥിരമായിട്ട് അവർ ബാത്റൂമൊക്കെ ഉപയോഗിച്ച് വൃത്തിയില്ലാതായിരിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബാത്റൂമൊക്കെ നല്ലതുപോലെ ഫ്രഷായിട്ടിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ടിപ്സ് ചെയ്ത് നോക്കണം. നല്ലൊരു ടിപ്സാണ്, എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ.
നമ്മൾ ചക്കയൊക്കെ നമ്മൾ മിക്സിയുടെ ജാറിൽ വെച്ച് അരച്ചെടുക്കുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കൊത്തൊക്കെ കിടക്കാറുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചക്കയൊക്കെ അടിച്ചെടുക്കുന്നതിന് മുമ്പേ ഒരു 5 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വച്ച ശേഷം ചക്ക നമ്മൾ മിക്സിയുടെ ജാറിൽ വെച്ച് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ നല്ല ഐസ്ക്രീം ഇരിക്കുന്നത് പോലെ നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ക്രീം രൂപത്തിൽ തന്നെ നമുക്ക് ഈ ചക്കയായാലും മാങ്ങയായാലും ഒക്കെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ചക്കയാണെങ്കിൽ നമ്മൾ ചെറിയ ജാറിൽ നമ്മൾ അരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വലിയ ജാറിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടില്ല. ഇതുപോലത്തെ ചെറിയ ജാറിലാണ് ചക്ക അടിച്ചെടുക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനതിവിടെ നമുക്ക് ചക്ക ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമ്മൾ അടിച്ചെടുത്ത ശേഷം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ലൊരു ക്രീമായിട്ട് നല്ല ഐസ്ക്രീമൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ നമുക്ക് ചക്ക അരച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇതുപോലെ ചക്ക നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുന്നതിന് മുമ്പേ ഒരു 5-10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ച ശേഷം അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ചെറിയ അടുക്കളയൊക്കെ ഉള്ളയിടത്ത് നമുക്ക് ഇതുപോലെയൊക്കെ അരയ്ക്കുന്ന അമ്മിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ ഇവിടെ തോരത്തിന് ഇതിനൊക്കെ അരച്ചെടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഉള്ള സ്ഥലത്തെ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാം. കഴുകിയൊന്നും കളയാതെ പെട്ടെന്ന് വൃത്തിയാക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. നമ്മളിതുപോലെ നമ്മൾ അരപ്പൊക്കെ അരച്ച ശേഷം നമ്മളെല്ലാം മാറ്റിയ ശേഷം ഇതുപോലെ അമ്മയുടെ കുഴവി ഒന്ന് പൈപ്പിൻ്റെ മൂട്ടി വെച്ച് ഇതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈൽസിലൊന്നും വെള്ളമൊന്നും ആവില്ല. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് തുണിയിൽ വെള്ളം മുക്കിയ ശേഷം ഇതുപോലെ അമ്മി തുടച്ചെടുക്കുകയാണെങ്കിൽ ഒരു 2-3 പ്രാവശ്യം ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ആ ടൈൽസിൽ വെള്ളം ഒന്നും ആവാതെ തന്നെ നമുക്ക് അമ്മി നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് പലർക്കും അറിയാത്ത ഇതായിരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. നമുക്ക് എളുപ്പത്തിന് തന്നെ അമ്മി നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. കഴുകി അവിടെയൊന്നും വെള്ളം വീഴാതെ തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങാൻ എടുക്കുമ്പോൾ നമ്മൾ മുട്ടയിൽ നമുക്ക് കാണാൻ പറ്റാത്ത ചെറിയ പൊട്ടലൊക്കെ കാണാറുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ മുട്ട വേവിക്കാൻ ഇടുമ്പോൾ ഉപ്പും അതുപോലെ തന്നെ 1 സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി ചേർത്ത് നമ്മൾ മുട്ട പുഴുങ്ങുകയാണെങ്കിൽ ഒട്ടും തന്നെ ആ മുട്ട പൊട്ടി വെളിയിൽ വരാറില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ മുട്ട പുഴുങ്ങിയ ശേഷം ഒന്ന് തണുത്ത വെള്ളത്തിലിട്ട് എടുക്കുകയാണെങ്കിൽ തൊലി പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ മുട്ട കറിയൊക്കെ വയ്ക്കുമ്പോൾ ഒന്ന് വരഞ്ഞ ശേഷം നമ്മൾ മുട്ടയിൽ കറിയിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോവല്ലേ.